ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫാമിലി മെമ്പർ, എൻ്റെ ഫ്രണ്ട് ആൻസും ഫാമിലിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ ഓൾറെഡി ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻസ് ഇന്ന് ചിക്കൻ കറിയും ഗീ റൈസും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഗൈസ്. അച്ഛൻ ഇവിടെ വെറുതെ നോക്കിയിരിക്കുകയാണ്. ആൻസ് ആണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൻസ് എന്താണ് ആദ്യം ചെയ്തത്? ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു, അതിന് കടുകിട്ടു, ഇപ്പൊ സവോള ഇട്ട് ഇങ്ങനെ വയ്ക്കുന്നു. അപ്പൊ ആൻസ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ പോവാണ്. നമ്മള് വിറകടുപ്പിലാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. പാവ ആൻസിന്റെ കണ്ണിലൊക്കെ പുകയൊക്കെ പോകുന്നുണ്ട് ഗൈസ്. സോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇളക്കുവാണ്. തക്കാളിയും പിന്നെ ക്യാരറ്റും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതില് നന്നായിട്ട് നമ്മള് ഇളക്കി കൊടുക്കണം. ആൻസ് ഒന്നും കൂടെ ഞാൻ പറയാം, ആൻസാണ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് രുചികരമായ ചിക്കൻ കറിയും നെയ്ച്ചോറും ഉണ്ടാക്കുന്നത്. അതാ പിന്നെ വെച്ചനാ. ആൻസിന്റെ ഭർത്താവ് ചേട്ടനുണ്ട് ഇവിടെ. രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി ലൈറ്റിന്റെ പ്രശ്നമുണ്ട്, എന്നാലും നമ്മുടെ ഫ്ലാഷ് ലൈറ്റിൽ കുഴപ്പമില്ലാണ്ട് നമുക്ക് വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് ഗൈസ്. ഹായ്, ഒരാള് ഇതൊക്കെ നോക്കാൻ വന്നിട്ടുണ്ട്. ഹായ് പറയും. ഹായ്. ഇയാൾ തന്നെയാണോ ഇങ്ങനെ ഹായ് പറഞ്ഞേ? ഹായ് തന്നെ ഭയങ്കര വൈറലായി. മർദാനി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ മസാല ഇടാൻ പോവാണ് ഗൈസ്. പിന്നെ അതിന് ശേഷം നമ്മൾ ചിക്കൻ മസാല ഇട്ടു. ചിക്കൻ മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് നമ്മൾ വഴറ്റി. ചിക്കൻ മസാല നമ്മൾ കുറച്ചിട്ടായിരുന്നു. നമ്മളിത് തേങ്ങ അരച്ചല്ല വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ചങ്ങനെ വെച്ചു. അതിനുശേഷം നമ്മൾ മുളക് പൊടി ഇട്ടു. കാശ്മീരി മുളകും എരിവുള്ള മുളക് മിക്സ് ചെയ്തിട്ടുള്ള മുളകായതുകൊണ്ട് തന്നെ നമ്മളൊരു 2-2.5 സ്പൂണാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അഥവാ എരിവ് കൂടുതലായാലും ഒന്ന് പേടിച്ചിട്ട്, ചെറിയ മക്കളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ഇച്ചിരി മല്ലിപ്പൊടി ഇട്ടായിരുന്നു. പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മളിത് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അതിനുശേഷം കുറച്ച് സമയം ഇളക്കിയിട്ട് നമ്മൾ അത് നന്നായിട്ട് ഇങ്ങനെ ഒരു പരുവായപ്പം നമ്മളതിലേക്ക് കുറച്ച് ഉപ്പിട്ടു. കല്ലുപ്പാണ് ഇട്ടത്. നമ്മളിവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. പൊടിയുപ്പ് നമ്മൾ നോർമലി ഇവിടെ യൂസ് ചെയ്യാറില്ല. അച്ഛൻ പറയുന്ന കേൾക്കാം, കല്ലുപ്പാണ് നമ്മുടെ ശരീരത്തിന് കുറച്ചും കൂടെ നല്ലത്, പൊടിയുപ്പിൽ വിഷാംശമൊക്കെ ഉണ്ടാവുന്നൊക്കെ. എത്രത്തോളം സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈവൻ നമ്മൾ കല്ലുപ്പാണ് യൂസ് ചെയ്തത്. അതിനുശേഷം നമ്മൾ തിളച്ചു വന്ന ഈ ഒരു മിശ്രിതത്തിലേക്ക് ചിക്കൻ ഇട്ടു. ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക ചെയ്തത്. അപ്പം ചിക്കനൊക്കെ നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. കഴുകി വെച്ച ചിക്കനൊക്കെ നന്നായിട്ട് നമ്മൾ ഈ തിളച്ചു വന്ന ഒരു മുളക് പൊടിയും ഇതൊക്കെ ഇട്ട ഒരു മസാലയിലോട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി എന്താ പറയുക, കറിവേപ്പിലയും കൂടെ ഇട്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ഇച്ചിരി കറിവേപ്പില ആദ്യമേ ഇട്ടായിരുന്നു. എന്നിരുന്നാലും കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് പൊത്തി വെച്ചു. ഇതിൻ്റെ പിന്നെ പൊത്തി വെക്കുന്ന മൂട് വെച്ചിട്ട് പൊത്തി വെച്ചു.
പിന്നെ നമ്മൾ നന്നായിട്ട് ഉള്ളിയൊക്കെ വാട്ടാൻ വേണ്ടിയിട്ട് വെച്ചു. ഉള്ളി ഇതേപോലെ നമുക്ക് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് ഉള്ളി മുരിച്ചത്. അപ്പോൾ ഉള്ളി മുരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാൻ ചള്ളാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്തേക്ക് പോയിട്ടോ. പിന്നെ ഇവർ മസാലയൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ ചൂടാക്കി തിളപ്പിച്ച് ഗീ റൈസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആണ് ഞാനിത് തുറന്ന് നോക്കുമ്പോഴാണ് ഇതിങ്ങനെ കാണുന്നത്. ഇതാണ് നമ്മുടെ അടിപൊളി ഗീ റൈസ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിക്കാനുള്ള ഒരു തിടക്കത്തിലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചള്ളാസും ഈ ഫുഡും ചിക്കൻ കറിയും ഒക്കെ ആയിട്ട് എല്ലാവരും പുറത്തിരുന്നിട്ട് എല്ലാവരും ഇങ്ങനെ വട്ടത്തിലിരുന്ന് ഫുഡൊക്കെ കഴിച്ച് സംസാരിച്ച് തമാശയൊക്കെ പറഞ്ഞ് ഇറ്റ് വാസ് എ റിയലി നൈസ് ഡേ. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കുറേ കുട്ടികളും അപ്പുറത്തെ വീട്ടിലത്തെ കൊച്ചുങ്ങളും നെയ്ബർ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. ഫുഡ് എങ്ങനെയുണ്ട്? ഹായ് പറ. ഹായ്. സൂപ്പർ. ചേട്ടാ എങ്ങനെയുണ്ട്? കൊള്ളാവോ? നല്ല പ്രകാശമുണ്ട്. അൻസുണ്ടാക്കിയ ചിക്കൻ കറി അത് കൊള്ളാല്ലേ? ഭാര്യ ഉണ്ടാക്കിയ ചിക്കൻ കറി നന്നായിട്ടുണ്ടെന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? ഓക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? മേമ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. സൂപ്പർ ഉണ്ടോ? പിന്നെ ഇതേ പിള്ളേർ ഇരുന്ന് കളിക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ ഞാൻ കളിക്കാൻ കൂടിയില്ല, ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അൻസും ഫാമിലി ലാസ്റ്റ് ഇറങ്ങാൻ തുടങ്ങി. നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു അൻസിൻ്റെയും ഫാമിലീൻ്റെയും കൂടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.